വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. അനങ്ങന്മലയിലെ ഡാർക്ക് സ്റ്റോൺ ക്വാറിക്കെതിരെ ജനകീയ സമരസമിതിയുടെ രാപ്പകൽ സമരം ആരംഭിച്ചു. വരോട് 4-ാം മൈലിൽ നടക്കുന്ന സമരം നാളെ കാലത്ത് 10 മണിക്ക് സമാപിക്കും. ഒറ്റപ്പാലം നഗരസഭയിൽ ഉൾപ്പെടുന്ന 5 തദ്ദേശ സ്ഥാപനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന അനങ്ങന്മല പ്രകൃതി രമണീയവും പ്രശാന്ത സുന്ദരവുമായ ഒന്നാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശം ഏതൊരാളെയും ആകർഷിക്കുന്ന ഒന്നാണ്. എന്നാൽ കുറച്ചുനാളായി അനങ്ങന്മലയെ തകർക്കുന്ന രീതിയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന നിലയിലും ചില പ്രവർത്തികൾ ഇവിടെ നടത്തിവരുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറി തന്നെയാണ് ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിലയിൽ മുന്നോട്ടു പോയാൽ അനങ്ങന്മല സാധാരണ ഭൂമിയായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. മലകളും പുഴകളും തോടുകളുമെല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ഇവയ്ക്കു നേരെ ആധുനിക മനുഷ്യന്റെ കടന്നുകയറ്റം വന്നതോടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പോലും മാറ്റിമറിക്കപ്പെട്ടു. അവശേഷിക്കുന്നവയെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു വിപത്തായി മാറാനാണ് സാധ്യത. ഈ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് CPMന്റെ നേതൃത്വത്തിൽ അനങ്ങന്മല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രാപ്പകൽ സമരം നടത്തുന്നത്. സമരത്തിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അനങ്ങന്മലയെ സംരക്ഷിക്കുക, അനങ്ങന്മലയുടെ താഴ്വാരത്തിലുള്ള ജനങ്ങളുടെയും സ്വത്തുക്കളും സംരക്ഷിക്കുക, അതിനുവേണ്ടി ഡാർക്ക് സ്റ്റോൺ ക്വാറി ഉടൻ അടച്ചു പൂട്ടുക എന്നതാണ് ഈ സമരത്തിന് ആധാരമായിട്ട് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിരവധി തവണ സമരം നടത്തിക്കഴിഞ്ഞു. സമരം നടത്തിയിട്ട് എന്താണ് എന്ന് പ്രയോജനം എന്നതിനെ സംബന്ധിച്ചല്ല, അതിന് ഗുണമുണ്ട് എന്നതിനെക്കുറിച്ച് സ്വാഗതം പറഞ്ഞ സമയത്തും അധ്യക്ഷനും അതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2017 ഈ ക്വാറിക്ക് അനുമതി കിട്ടിയത്. അതിനുശേഷം 2018-ലും 2019-ലും പ്രളയമുണ്ടായ ഘട്ടത്തിലല്ല പാർട്ടിയും ഇവിടുത്തെ ജനപ്രതിനിധികളും ശക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്ക് ആ ക്വാറി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്തെ MLA സഖാവ് പ്രേംകുമാറും അതുപോലെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഈ ക്വാറി നിർത്തിവെക്കാനാവശ്യമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ക്വാറി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് ഒരു താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു കാര്യമല്ല. സ്ഥിരമായി തന്നെ ഈ ക്വാറി നിർത്തിവെക്കണമെന്നതാണ് CPM എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സമരസമിതി ചെയർമാൻ CP ശശി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം C. അബ്ദുൽ ഖാദർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം P. പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ നടക്കുന്ന സമരസമാപനം മുൻ MP S. അജയകുമാർ ഉദ്ഘാടനം ചെയ്യും.